നിങ്ങളുടെ കയ്യിലുള്ള പഴയകാല ഇമേജുകളെല്ലാം ഇതേ രൂപത്തിലൊരു വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുക. എൻ്റെ കയ്യിൽ ആകെപ്പാടുള്ളത് ഈ ഒരു ഫോട്ടോ ആണ്. അതാണെങ്കിൽ ആകെ ബ്ലറായിരിക്കുന്നതാണ്. ഇതിന് നമുക്കൊന്ന് ഫില്ല് ചെയ്യണം, കണ്ടൻറ്റുകൾ കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്യണം. അതിനാണ് അഡോബ് ഫയർഫ്ലൈ യൂസ് ചെയ്യണത്. നമുക്ക് വേണ്ട ഫോട്ടോസ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. വേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഉള്ള കണ്ടൻറ്റുകളെല്ലാം ഫില്ലായി തന്നോളും. ജസ്റ്റ് ജനറേറ്റ് ഒന്ന് കൊടുത്താൽ മതി. ജനറേറ്റ് കൊടുത്താൽ തന്നെ അത് പല വേരിയേഷൻസ് ഉള്ള കണ്ടൻറ്റുകൾ നമുക്കത് ഫില്ല് ചെയ്ത് തന്നോളും. എല്ലാം മൂന്നും സൂട്ടബിൾ ആയിട്ടുള്ള കണ്ടൻറ്റാണ്. നമ്മുടെ ഇമേജിന് ഏറ്റവും സൂട്ടബിളായിട്ട് തോന്നുന്നത് നമുക്കത് ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഒരു ക്യാറ്റിനെ ഒന്ന് ആഡ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാറ്റിന് എൻ്റർ ചെയ്ത് ജനറേറ്റ് കൊടുത്താൽ ആ പ്ലേസിൽ ക്യാറ്റ് അവിടെ ഫില്ലായിക്കോളും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഏതാണ് ബ്ലെൻഡ് ആണത് അത് ചൂസ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് വൺ തന്നെ ചൂസ് ചെയ്യാം. ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട്. നമുക്കിതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി ഈ ഇമേജ് നമ്മൾ വീഡിയോയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന വെബ്സൈറ്റാണ് റൺവേ. എന്നാൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന കണ്ടൻറ്റുകൾ നമുക്ക് വീഡിയോ രൂപത്തിലോട്ട് ആക്കിയെടുക്കാം. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റുകൾ ബേസ് ചെയ്തിട്ടാണ് വീഡിയോ ആയിട്ട് കൺവേർട്ട് ആകുന്നത്. നിങ്ങളൊന്ന് ലോഗിൻ ചെയ്താൽ മതി, ഫ്രീ ആണ്. ജനറേറ്റ് വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇമേജ് അപ്ലോഡ് ചെയ്യാം. 10 സെക്കൻഡ് 5 സെക്കൻഡ് നമുക്ക് എത്ര ഡ്യൂറേഷൻ വേണമെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാം. എനിക്കിപ്പോൾ 125 ക്രെഡിറ്റോളം ഉണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് 250 ക്രെഡിറ്റ് കിട്ടുന്നതാണ്. നമുക്ക് ആദ്യം ഇമേജ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അത് കറക്റ്റായിട്ടൊന്ന് ക്രോപ്പ് ചെയ്യാം. നമുക്ക് കൊടുക്കുന്ന പ്രോംപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് വീഡിയോസ് എല്ലാം ജനറേറ്റ് ആയി വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേര്. കണ്ടോ, നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഇമേജ് വീഡിയോ രൂപത്തിൽ നമുക്ക് കൺവേർട്ടായി കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള പഴയകാല ഇമേജുകളെല്ലാം ഇതേ രൂപത്തിലൊരു വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുക.